സഹകരണ വകുപ്പിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. സഹകരണ വകുപ്പ് യഥാസമയം ഇടപെട്ടിരുന്നുവെങ്കിൽ സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകൾ തടയാമായിരുന്നു എന്നാണ് കമ്മീഷന്റെ വിമർശനം. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാവൽ മന്ത്രിസഭ നിലകൊള്ളുമ്പോഴാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സഹകരണ വകുപ്പിനെതിരെ വടിയെടുത്തിരിക്കുന്നത്. സഹകരണ വകുപ്പ് യഥാസമയം ഇടപെട്ടിരുന്നെങ്കിൽ സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകൾ തടയാമായിരുന്നുവെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. സഹകരണ വകുപ്പിന്റെ കർശനമായ ഓഡിറ്റും പരിശോധനയുമെല്ലാം സഹകരണ സംഘങ്ങളിലും ഉറപ്പുവരുത്താൻ ശ്രമം തുടങ്ങിയെന്നതാണ് കമ്മീഷൻ ഉയർത്തുന്ന ഇപ്പോഴത്തെ അവകാശവാദം. കർശന നടപടികൾ സ്വീകരിക്കാൻ സഹകരണ വകുപ്പ് രജിസ്ട്രാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം. കോൺഗ്രസ് ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്തതിനെതിരെയുള്ള പരാതി പരിശോധിച്ച ഘട്ടത്തിലാണ് കമ്മീഷന്റെ ഈ നീക്കം. നിലവിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറിൽ നിന്നും കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി വാങ്ങിക്കഴിഞ്ഞു. സഹകരണ സംഘത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടിലുണ്ട്. ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി 16 പേർക്കെതിരെ അരുവിക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കൈമാറിയ റിപ്പോർട്ടിലുണ്ട്. മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലവിൽ നടന്നുവരികയാണ്. 42 കോടിയോളം രൂപ നിക്ഷേപകർക്ക് നിലവിൽ നൽകാനുമുണ്ട്. 37 കോടിയോളം രൂപ പിരിഞ്ഞു കിട്ടാനുമുണ്ട്. സംഘത്തിന്റെ തകർച്ചയെ തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടൽ ഇരട്ടത്താപ്പാണെന്നാണ് പ്രതിപക്ഷത്തിന് വിമർശനം. നിഴൽ മാത്രമായി നിൽക്കുന്ന നിലവിലെ മന്ത്രിസഭയെ വെള്ളപൂശുക എന്ന ജോലി മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ജനം, തിരുവനന്തപുരം.